അസ്സലാമു അലൈക്കും. സൂറത്തുൽ കാഫില് 28-ാമത്തെ ആയത്ത്, വല തുതിഉമൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്ർനാ എന്നുള്ള ആയത്ത്. ദിക്ർ നടക്കുന്ന ഹൃദയങ്ങൾ, കൽബുകളല്ലാത്തവരെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന സമ്മാനം എന്തായിരിക്കും? വഴികേടിനുള്ള സമ്മാനമായിരിക്കും. മനസ്സിലാക്കിയാലോ ഹിദായത്ത്. ഈ നിങ്ങൾ പറയാണ് ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയല്ല എന്ന് പറയാം. ശരിക്കും ഞാൻ മനസ്സിലാക്കിയ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അതിന്റെ ആദ്യത്തെ തഫ്സീർ എഴുതിയത്, പറഞ്ഞു തന്നത്. ആ തഫ്സീർ മനസ്സിലായിട്ടില്ല മൂലക്കന്മാർക്ക്, ഈ ആയത്ത് മനസ്സിലായിട്ടില്ല. അതിന്റെ തഫ്സീർ എന്താണ്? അവര് രണ്ടും ഉദ്ധരിക്കുന്നുണ്ട്. അവരെ കണ്ണിൽ പെടാത്ത ഹദീസ് എന്നുള്ളത്. ഇതിന് റെഫറൻസ് ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് എത്തിക്കാനും ബുദ്ധിമുട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ആരാന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുള്ളത്. ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും ഒരേപോലെ അല്ല അനുഭവപ്പെടുക. നമുക്ക് നമ്മളെ നേതാക്കന്മാർ വലിയ നേതാക്കന്മാരാണ്, മഹാന്മാരാണ്. അതിന്റെ പേരിൽ അവരെ കാണുന്ന സമയത്ത് നമ്മൾ ദുന്യവിയായ കാര്യം ചിന്തിക്കില്ല, അള്ളാഹുവിന് തന്നെ ഓർമ്മ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവരാരാണ്? ഔലിയാക്കളാണ്. എന്നാൽ മുജാഹിദീങ്ങളായ ആളുകളുടെ കേസിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. അവർക്ക് നമ്മളെ നേതാവിനെ കാണുമ്പോൾ വെറുപ്പാണ് വരുന്നത്. അവരുടെ നേതാവിനെ കാണുമ്പോൾ അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരവരുടെ നേതാക്കന്മാരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നത്. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഔലിയാക്കളാണ്. ഇനി നാളെ ഒരു പക്ഷേ ദജ്ജാൽ വരുന്ന സമയത്ത് ദജ്ജാലിനെ പോയിട്ട് 70,000 പണ്ഡിതന്മാർ പോയി ബയ്യത്ത് ചെയ്യും. അങ്ങനെ ബയ്യത്ത് ചെയ്യാൻ കാരണം എന്താണ്? അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് ദജ്ജാലിനെ കാണുമ്പോഴാണ്. ഇത് എങ്ങനെ ശരിയാവും? നമ്മളെന്താ ലോജിക്ക് ചിന്തിക്കാത്തത്? അങ്ങനെ ചിന്തിക്കുന്ന സമയത്തും വാദിക്കുന്ന സമയത്തും നമ്മൾ ആരെയാണ് കൊച്ചാക്കുന്നത്? റസൂലുള്ളാഹിനെ. ഈ സഹാബത്ത് ചോദിച്ച ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയം റസൂലുള്ളാഹി പറയോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അത് നമ്മൾ ഡീപ്പായി ചിന്തിക്കണം, പഠിക്കണം ഇതിൻ്റെ ഹഖീഖത്ത്. അത്തരം അന്വേഷണങ്ങളാണ് ഹഖീഖത്തിലേക്ക് എത്തിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞ വിഷയം എന്താണ് ഇവിടെ? ആരെ കാണുമ്പോഴാണ് അള്ളാഹുവിനെ ഓർമ്മ വരുന്നത്. അള്ളാഹു എന്നുള്ള ലഫ്ദ് ഹദീസിലുണ്ടല്ലോ. ഓർമ്മ എന്നുള്ള പദത്തിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ദിക്ർ എന്നുള്ളത്. അള്ളാഹു എന്നുള്ള ദിക്ർ വരുന്നത് എവിടെ? കൽബില്. ആരെ കാണുമ്പോഴാണോ അള്ളാഹു എന്ന ദിക്ർ കൽബില് വരുന്നത് അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. അള്ളാഹുവിന്റെ ശരിക്കും വലിയ കാമലായ മുർഷിദിനെ കാണുന്ന സമയത്ത് നിങ്ങളെ കൽബില് അള്ളാഹു എന്നുള്ള ദിക്ർ വരുന്നുണ്ടോ അവരാണ് അള്ളാഹിന്റെ ഔലിയാക്കള്. അഥവാ ആ ഷെയ്ഖിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നോട്ടത്തിലൂടെ നിങ്ങളെ കൽബിലേക്ക് അള്ളാഹു എന്നുള്ള ദിക്ർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് ഷെയ്ഖാണ്, വലിയാണ് എന്നുള്ളത്. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പാടില്ല, തെറ്റാണ്. അദ്ദേഹം ഷെയ്ഖ് ആവട്ടെ അല്ലാതാവട്ടെ, ഷെയ്ഖ് കാമിലല്ല. മറ്റൊരു ഹദീസ് പറയുന്നുണ്ട്, ചില ആളുകൾ ദിക്റിന്റെ ചാവികളാണ്, അവരെ കാണുന്ന സമയത്ത് അള്ളാഹുവിന് ഓർമ്മ വരുന്നുള്ളത്. അതും ഈ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഹദീസുകളൊക്കെ ഇതിന് സൂട്ടായിട്ട് വരും. അല്ലേ ഒരിക്കലും യോജിപ്പിക്കാൻ സാധിക്കൂല. കാരണം അത്ര ഹദീസുകളിലൂടെ പോകുന്ന സമയത്ത് പ്രാക്ടിക്കൽ അല്ല, ഇത് പ്രാക്ടിക്കലാണ്. ഇതിനെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. തസൂഫിലേക്ക് കാലുകുത്തുന്ന ആൾക്ക് വേണ്ട ആദ്യത്തെ ഉപകരണം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സഹായം ഈ ദിക്റെ കൽബ് എന്നുള്ള സംഗതി നേടിയെടുക്കലാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാരെ കുറിച്ചിട്ട് ബനൂ ഇസ്രായേലുള്ള പ്രവാചകന്മാർക്ക് തുല്യരാക്കി പറഞ്ഞിട്ടുണ്ട്. അതും വെച്ചുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും ഞങ്ങളെല്ലാം അതിന് തുല്യരാണ്, ഞങ്ങളെ ബഹുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആഖിർ സമാനിൽ വരുന്ന പണ്ഡിതന്മാരെ കുറിച്ചിട്ട് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, വളരെ മോശമായ രീതിയിൽ. രണ്ടും കൂടി അങ്ങനെ ശരിയാവും. ഒരു തരം കൂട്ടക്കാരെ കുറിച്ചാണ് ആദ്യം പറഞ്ഞ ഹദീസ്. രണ്ടാമത് പറഞ്ഞ ഹദീസ് പണ്ഡിതന്റെ ലാബിൽ വരുന്ന ശൈത്താനുകളെ കുറിച്ചാണ്. ഇത് മനസ്സിലാക്കുന്ന ആവശ്യമാണ്. അല്ലെങ്കിൽ പണ്ഡിതനാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെന്ന് ചാടുക, നമ്മൾ തെറ്റിലേക്കും വഴികേടിലേക്കും ചെന്ന് ചാടും. അവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ആട്ടിൻതോലാണ് ചെന്നായിക്കളാന്നുള്ളത്. കാരണം പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആലിമീങ്ങളാണ്, ഉള്ളിൽ ചെന്നായാണ്, പിശാചാണ്. അത്തരക്കാരെ കുറിച്ച് ഒരു ഹദീസുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇത്തഖൂൽ ആലിമൽ ജാഹില. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ആലിമീങ്ങളായ ജാഹിലിയങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജാഹിലായ ആലിമിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ചോദിക്കപ്പെട്ട് കീല മൻ ആലിമൽ ജാഹിൽ എന്നുള്ളത്, ജാഹിലായ ആലിം പറഞ്ഞ ആരുടെ റസൂൽ എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ കാല ആലിമുൽ ലിസാനി വ ജാഹിലുൽ കൽബി യഹ്നി അസ്വദ്. അവര് നാവ് കൊണ്ട് ആലിമായിരിക്കും, പക്ഷെ കൽബ് കൊണ്ട് ജാഹിലായിരിക്കും. ഇങ്ങനെ ഒരു ഹദീസുണ്ട്. ഈ ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത് അതിന്റെ കാരണം എന്താണ്? അവരങ്ങനെ പറയാൻ കാരണം അവരുടെ നാവ് ആലിമായിരിക്കും,
പക്ഷെ കൽബ് ജാഹിലായിരിക്കും. എന്നിട്ട് അവർ അസ്വദാണ്, കറുത്ത കൽബാന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കൽബും ഈ വിഷയവും പറയാൻ കാരണം ഈ ദിക്ർ ഇല്ല എന്നതിൻ്റെ പേരിലാണ്. അല്ലാതെ അവർ ഖുർആൻ പഠിച്ചിട്ടില്ല എന്നോ ഹദീസ് പഠിച്ചിട്ടില്ല എന്നോ ഒരുപാട് ഇൽമുകളില്ല എന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാം ഉണ്ട്, പക്ഷെ അത് ബ്രെയിനിലാണ്. ബ്രെയിനിനോടല്ല ദീനിന്റെ ബന്ധം. ദീനിന്റെ ബന്ധം കൽബിനോടാണ്. ഇതും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കൽബിനോടാണ് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ ദിക്ർ ചെല്ലേണ്ടതും കൽബാണ്, നാവോ ബ്രെയിനോ ചിന്തയോ ഒന്നല്ല. അതില്ലാത്ത പണ്ഡിതന്മാരൊക്കെ എന്താണ്? ഈ വകുപ്പിൽപ്പെട്ട പണ്ഡിതന്മാരാണ്. കാരണം ഈ ഒരു ഹദീസ് റസൂൽ പറയുന്ന സമയത്താണ് മറ്റൊരു കാര്യം കൂടി സഹാബത്ത് ചോദിക്കുന്നത്. അങ്ങനെ ഇരുളടഞ്ഞ ഹൃദയങ്ങളെക്കുറിച്ച് അവർ കേട്ട സമയത്ത് അവർ ഭയപ്പെട്ടപ്പോൾ അവർ വീണ്ടും ചോദിച്ച്, റസൂലുള്ള അങ്ങനെ ഇരുളടഞ്ഞ ഹൃദയങ്ങൾ, ഇരുണ്ട ഹൃദയങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ ശുദ്ധിയാക്കുക, അതിനെങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, എല്ലാ വസ്തുക്കൾക്കും അതിനെ വൃത്തിയാക്കാനുള്ള ഒരു വസ്തു ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കൽബിനെ വൃത്തിയാക്കാനുള്ള വസ്തു എന്താണ്? അള്ളാഹുവിന്റെ ദിക്ർ എന്നുള്ളത്. ലികുല്ലി ഷൈഇൻ സിക്കാല വഇന്ന സിക്കാലത്തുൽ ഖുലൂബി ദിക്ർ അല്ലാഹ് എന്ന് പറയാൻ കാരണം, അങ്ങനെ അത് കേട്ട സമയത്ത് ആ സഹാബത്ത് എന്ത് ചെയ്ത് മനസ്സിലാക്കി, ദിക്റിനെ കൊണ്ടാണ് കൽബ് ശുദ്ധിയാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾ ദിക്റാണ് കൽബിനെ ശുദ്ധിയാക്കാന്ന് പറയുമ്പോൾ കൽബ് ശുദ്ധിയാക്കാൻ വേണ്ടിക്കാണ്ട് അവർ നിരന്തരം വരുന്ന ദിക്റുകളും ആവുകൊണ്ട്, അതുകൊണ്ട് എന്ത് കാര്യം? 1000 കൊല്ലം ഇത് ചൊല്ലിയാലും കൽബ് ശുദ്ധിയാവൂല. കാരണം അള്ളാഹു എന്നുള്ള നാമമാണ് ദിക്ർ. അത് കൽബിലല്ല നടക്കുന്നത് എവിടെയാണ്? നാവിലാണ്. ഒരുപക്ഷെ നാവ് ശുദ്ധി ആയേക്കാം, പക്ഷെ കൽബ് ശുദ്ധിയാണ്, കൽബിൽ ചെല്ലണം. കാരണം കയ്യിൽ ചളി വന്നു കഴിഞ്ഞാൽ കാല് കഴുകിയിട്ട് കാര്യമില്ലല്ലോ. കാലില് ചളിയായ കൈ കഴുകിയിട്ടും കാര്യമില്ല. ഇത് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഇത് മനസ്സിലാവാത്തത് റുഹായത്തിനെ കുറിച്ച് ബന്ധമില്ലാത്തതിന്റെ പേരിലാണ്. റസൂലുള്ള പറഞ്ഞ എന്തിനെ കുറിച്ചിട്ടാണ്? നിങ്ങൾ കൽബിലുള്ള ദിക്ർ ചെല്ലണം എന്നാ. അവിടെ പ്രത്യേകമായി കൽബ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടെ കൽബ് എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ദിക്ർ കൽബിൽ നടക്കേണ്ടത്. അപ്പൊ കൽബിൽ നടക്കുന്ന ദിക്ർ ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ കൽബ് ശുദ്ധിയാവും. അങ്ങനെ കൽബ് ശുദ്ധിയായി കഴിഞ്ഞാൽ അത് ശരിക്കുള്ള പണ്ഡിതനായി മാറും ചെയ്യും, ശരിക്കുള്ള മൂമിനായി മാറും ചെയ്യും. ശരിക്കുള്ള പണ്ഡിതന്റെ കൽബ് എന്തായാൽ മതി? ഹയാത്തായാൽ മതി. നാവ് ഒരു പക്ഷേ സംസാരത്തിൽ കുഴപ്പമുള്ളവനാണെങ്കിലും ഉച്ചാരണത്തിൽ വ്യക്തതയില്ലെങ്കിലും അവനെ കൊണ്ട് യാതൊരു ദോഷവുമില്ല. അവന് ആട്ടിൻതോൽ അണിഞ്ഞിട്ടില്ല, പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല. ആട്ടിൻതോൽ അണിഞ്ഞിട്ടുണ്ട്. വെള്ള കുപ്പായ ഉണ്ടാവും, താടി ഉണ്ടാവും, തൊപ്പി ഉണ്ടാവും, അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കുന്ന കഴിവുണ്ടാവും. പക്ഷെ എന്താണ്? ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കളാണ്. ഉള്ളിൽ എന്താണ്? കറുപ്പാണ്. നേരെ തിരിച്ചായ കുഴപ്പമില്ല. കാരണം അവൻ പുറത്ത് മണ്ടനാണ്, അല്ലെങ്കിൽ വൃത്തിഹീനനാണ്, അല്ലെങ്കിൽ ശുദ്ധി ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ നമ്മളെ അസ്ഹാബു സുഫനെ കുറിച്ച് ആളുകൾ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളുള്ളവരാണ്. പക്ഷെ എന്താണ്? കൽബ് മുനവ്വറാണ്. അത്തരക്കാരാണ് ശരിക്കും ആലിമീങ്ങൾ. അവരെ കുറിച്ച് ആരും എന്ത് പറയൂല? മോശത്തരം പറയൂല. എന്നാൽ രണ്ടും കൂടി കംപ്ലീറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഏറ്റവും പരിപൂർണതയാണ്. ബാഹ്യവും ആന്തരികവും വന്നു കഴിഞ്ഞാൽ പരിപൂർണത തന്നെ. അത്തരക്കാരെ ആളുകൾ അല്ലാഹു തആല ചിലപ്പം ഒരു ഷെയ്ക്കായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹിദായത്ത് കൊടുക്കുന്നവർ നിയമിച്ചേക്കാം. എന്നാൽ ബാഹ്യം പരിപൂർണമാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വിരളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും മനുഷ്യന് അത്ര അങ്ങോട്ട് വ്യക്തമാകാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ്? മുഅ്മിനീങ്ങൾ മാത്രമാണ് ഇതിലേക്ക് വരേണ്ടതുള്ളൂ. മുനാഫിക്കുകൾ വിട്ടുപോകണം. മുനാഫിക്കുകൾ നോക്കുന്ന ചില വീക്ഷണകോണുകളുണ്ട്. അതിലവർ വഞ്ചിത ആവണം. അതാണ് അള്ളാഹുവിന്റെ ആവശ്യം. അതിനുവേണ്ടി അള്ളാഹു തആല പല ഹിക്മത്തും ചെയ്യാറുണ്ട് അള്ളാഹുവിന്റെ മശായിഖന്മാരിലൂടെ. ഇപ്പൊ ബാഹ്യമായ കണ്ണിലൂടെ നോക്കുന്നവരൊക്കെ ചെന്നെത്തേണ്ടത് ദജ്ജാലിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇബ്ലീസിലേക്കാണ്. എന്നാൽ ആന്തരികമായ കണ്ണുകൊണ്ട് നോക്കുന്നവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളിലേക്കും അള്ളാഹുവിലേക്കും മഹദിയിലേക്കൊക്കെ എത്തണം. അള്ളാഹുവിന്റെ നിയമമാണ്. അവനവന്റെ ചിന്താ രീതികളൊക്കെ മൊത്തം ബാഹ്യമായ നിലക്കാവുകയും അവൻ ആന്തരികമായ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. അത് കിട്ടൂല. അത് ഓരോ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഏതൊരു കാര്യം പറയുമ്പോഴും ബാഹ്യതയിലേക്കല്ല നോക്കേണ്ടത്, ആന്തരികതയിലേക്ക് നോക്കണം. ഗൗസുല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ട് ഫുത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ, ഒരു പ്രസംഗിക്കുന്ന സമയത്ത് മൂമിനായ മനുഷ്യൻ ആ പറയുന്ന മെസ്സേജിലേക്കാണ് നോക്കുക, ആശയത്തിലേക്ക്. പക്ഷെ മുനാഫിക്ക് നോക്കുന്നത് ആ പദങ്ങളിലേക്കാണ്. എവിടെയാണ് തെറ്റുപറ്റിയത്, ഉച്ചാരണത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്ന രീതിയിലേക്കാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാത്തവർ ഇതിൽ ചെന്ന് ചാടും. അതിൻ്റെയും കാരണക്കാർ ഈ പണ്ഡിതന്മാർ തന്നെ. അവർ പഠിച്ചു വെച്ച ഇൽമുകളെ കിട്ടിയത് എവിടുന്നാണ്? ഇത്തരം പണ്ഡിതന്മാരിൽ നിന്നാണ്. യഥാർത്ഥ സൂഫിയാക്കളാരും ഇങ്ങനെ പഠിപ്പിക്കൂല. അവർ ബാഹ്യമായ കാര്യത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നവരല്ല. റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ഇവര് റസൂലുള്ളാഹിനെ അവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അസ്സലാമു അലൈക്കും.